ഹായ് എവ്രി വൺ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെഫ് ആൻഡ് ജോ വ്ളോഗ്സ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഇരുന്നൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഡെലിവറിക്ക് പോകുന്നതിന് ഇപ്പുറം ആയിരുന്നു നമ്മളിങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു 3 മന്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഇരുന്നുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ജെഫ് ആൻഡ് ജോ വ്ളോഗ്സ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് മദർഹുഡിനെ കുറിച്ചാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു മദർഹുഡ് ജേർണിയിൽ കൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 3 മന്ത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇപ്പൊ എനിക്കുള്ള ആ ഫീലിങ്സും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ആ ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. എന്നെ പോലെ തന്നെ ന്യൂ മോംസിനും അതേപോലെ തന്നെ അമ്മമാരായിട്ടുള്ളവർക്കും ഈ ഒരു വീഡിയോ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇത് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം എടുത്ത് കാണുമ്പോൾ ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ മാനസികാവസ്ഥയൊക്കെ അന്നേരം ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സ്റ്റോറി പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എൻ്റെ ആ ഒരു മദർഹുഡ് ജേർണി കാര്യങ്ങളൊക്കെ. ശരിക്കും April 20th എൻ്റെ ഡെലിവറി. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആണ് കേട്ടോ. അപ്പം ശരിക്കും എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇതിപ്പം 5 ഇയർ കംപ്ലീറ്റ് ആയി. 5th ഇയറിലാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതും പിന്നെ അതേപോലെ തന്നെ ഈ പ്രഗ്നൻസി കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പം കൂടുതലായിട്ടും എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങളൂടെ ഉണ്ട് ഈ ഒരു വീഡിയോയ്ക്കകത്തൂടെ. അതായത് നമുക്കറിയാം മദർഹുഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അതർ സ്റ്റേജ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് ഒരുപാട് ഹാപ്പിനെസ്സും ഒരുപാട് ഇമോഷണൽ ഫീലിങ്സും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കലായിട്ടും ഒരുപാട് ചേഞ്ചസ് നമുക്ക് വരുത്തുന്ന ഒരു പീരീഡ് കൂടെയാണ് മദർഹുഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടിക്ക് ജന്മം നൽകുക അല്ലെങ്കിൽ കുട്ടീനെ കൊഞ്ചിക്കുക, വളർത്തിക്കൊണ്ടുവരിക. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബേബി ആയിരിക്കും. അപ്പൊ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. അപ്പൊ ആ ഒരു മദർഹുഡ് ജേർണി നന്നായിട്ട് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളോടെ ഓക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു പീരീഡ് എൻജോയ് ചെയ്യാനും പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ടൈമിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന ഒരു പേരൂടെയാണ് പോസ്റ്റ്പാർട്ടം ഫേസ് ആൻഡ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ April 20th, അതായത് നമ്മുടെ ഈസ്റ്ററിൻ്റെ അന്നായിരുന്നു കറക്റ്റ് എൻ്റെ ഡെലിവറി. അതായത് ശരിക്കും ഒരു 2 വീക്ക് കൂടെ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താ പറയുന്നത് ഡെലിവറിക്ക് ആക്ച്വൽ ഡേറ്റിലേക്ക് എത്താനായിട്ട്. പക്ഷേ ഇത് പിന്നെ അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഡെലിവറിക്കുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ എമർജൻസി ആയിട്ട് സെക്ഷൻ ഡെലിവറി ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. വീട്ടിൽ വെച്ച് തന്നെ വാട്ടർ ബ്രേക്ക് ആയി. ഇപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സിസേറിയൻ ഡെലിവറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നില്ല. അതല്ല, ഇപ്പം നമ്മൾ ആ ഒരു 2 വീക്ക് ഇവിടെ ടൈം ഉണ്ട്, തലേദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ടെൻഷൻ എടുക്കേണ്ട വരും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് എനിക്ക് ടെൻഷൻ വരുന്ന ഒരു കൂട്ടത്തിൽ കൂടെയാണ്. അപ്പൊ ഇത് പെട്ടെന്നായിരുന്നു, എല്ലാം സ്മൂത്ത് ആയിട്ട് കഴിഞ്ഞു. ഏകദേശം ഒരു 15 മിനിറ്റ്സിൽ തന്നെ എനിക്ക് ബേബിനെ കാണാൻ പറ്റി. പിന്നെ ആ ഒരു 1 വീക്ക് ടൈം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. ഇനിയിപ്പം എൻ്റെ പ്രഗ്നൻസിയുടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഒരു 5 വർഷത്തിന് ശേഷമാണ് നമ്മൾ പ്രഗ്നൻസി കാര്യത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു 24 ഇയേഴ്സിലായിരുന്നു എൻ്റെ മാരേജ്. ആ ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമുക്ക് അങ്ങനെ വലിയ മദർഹുഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊന്നും ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു കുറച്ചൊരു എന്താ പറയുന്ന ഒരു കുറച്ചൊന്ന് പരസ്പരം മനസ്സിലാക്കി അല്ലെങ്കിൽ കുറച്ചൊരു ലോങ് പീരീഡ് കഴിഞ്ഞിട്ട് മതി ബേബി പ്ലാനിങ് എന്ന ഒരു കൺസെപ്റ്റിൽ തന്നെയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഇപ്പൊ പ്രത്യേകിച്ച് ഈ 90s കിഡ്സ്, ഞാനൊരു 90s കിഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 90s കിഡ്സ് ഇപ്പൊ ഓൾമോസ്റ്റ് ആൾക്കാർ തന്നെ മാരേജ് ആ ഒരു ഫേസിൽ കൂടെയാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലർക്കത് വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് നമ്മുടെ അടുത്തെന്നുള്ളവരുടെ കയ്യിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സർക്കിളിലുള്ളവരുടെ കയ്യിൽ നിന്നായിരിക്കും. ഈ പറഞ്ഞ പോലെ കുട്ടി ആയില്ലേ, മാരേജ് കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടി വേണം, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഫേസിലോട്ട് കടക്കണം എന്ന് ഒത്തിരി പേരെ ഇങ്ങനെ കമ്പൽ ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈവൻ എനിക്കും അതേപോലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്.
പിന്നെ കുറച്ച് നാൾ ഒരു 1-2 ഇയർ ഒക്കെ കഴിഞ്ഞ് കുട്ടിയൊന്നും ആയില്ലെങ്കിൽ അടുത്തത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ആണോ, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്ത് കൂടെ, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതായത് നമ്മളെ ഇമോഷണലി ഡൗൺ ആക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കിയാൽ മാത്രമാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഈ ഒരു മദർഹുഡ് ഫേസ് ആയാലും അല്ലെങ്കിൽ നമുക്കൊരു പുതിയ ഒരാൾ നമ്മുടെ ലൈഫിലോട്ട് വരുവാണ് ചെയ്യുന്നത്, ആ ഒരു ബേബിനെ പ്രോപ്പറായിട്ട് നോക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആളുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു സ്മൂത്ത് ആയിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ കുറച്ച് അങ്ങനത്തെ സൈഡൂടെ നമ്മൾ ബെറ്റർ ആക്കണം. എൻ്റെ കേസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡയറ്റീഷ്യൻ ആണ്. എൻ്റെ മാരേജ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കരിയറൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഒരു സമയത്ത് മാരേജ് കഴിഞ്ഞൊരു 2 വർഷത്തിനുള്ളിൽ കോവിഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ എന്താ പറയുന്നത്, എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാൻ, ഹസ്ബൻഡ് എബ്രോഡ് ആയിരുന്നു, അപ്പം അങ്ങോട്ട് പോയി ജോലിയൊക്കെ നോക്കാനായിരുന്നു. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ അതൊന്നും പറ്റിയില്ല. ഒത്തിരി ആൾക്കാരുടെ ജോലി പോവുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു ആ ഒരു സമയത്ത്. അപ്പം നമ്മൾ ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഫേം സെറ്റപ്പ് ചെയ്യുന്നതും അതിൻ്റെ ഒരു ഫേസിൽ കൂടെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒത്തിരി ഒത്തിരി സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നല്ല രീതിയിൽ അനുഭവിച്ച് ഈ പറഞ്ഞ പോലെ ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ആ ഒരു ടൈമിങ്ങിൽ മേജർ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി. അതായത് കരിയറിലായിരുന്നു കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു ഡ്രീം തിങ് ആയിരുന്നു സ്വന്തമായിട്ടൊരു വീടെന്നുള്ളത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു 2024 ആയപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നത്. പിന്നെ ആ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ട്രൈമിസ്റ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വോമിറ്റിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമുക്കൊരു 3 മന്ത് ഒന്ന് ഈ ഒരു ഫേസിലോട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആവുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇതൊരു പ്രിപ്പയർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് മെന്റലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇമോഷണലി ഈ ഒരു ഫേസിലോട്ട് ഈ ഒരു ഫേസ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ പറ്റി. പിന്നെ നമ്മളൊരു വെയിറ്റ് ചെയ്തിരുന്നൊരു ബേബിനെ കിട്ടുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് കൂടെയാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ആട്ടോ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മന്ത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് വർക്ക് ഫ്രം ഹോം പോലെ അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാൻ എൻ്റെ ക്ലയൻസിൻ്റെ കാര്യങ്ങളും ഡയറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൺസൾട്ടേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നായാലും ഇപ്പം ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നായാലും അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബേസിക്കലി എറണാകുളമായിരുന്നു. ഇപ്പോൾ ആണ് ഇങ്ങനെ ഇടുക്കിയിലോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വീട്ടിലായിരുന്നു. നമ്മുടെ വീട് പണിയുടെ അവസാന സ്റ്റേജ് നടക്കുമായിരുന്നു. അപ്പം നല്ല ബിസി ആയിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈമിംഗ് കൂടെ ആയിരുന്നു. അതുകൊണ്ട് 3 മന്ത് പോയത് ഒട്ടും അറിഞ്ഞേയില്ല. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ, അതായത് ഇടുക്കി തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ്. ഏകദേശം ഒരു 1.5 അവർ ട്രാവൽ വരുന്ന ഒരു പ്ലേസിൽ ആണ് നമ്മൾ അവിടുത്തെ ഒരു ഡോക്ടറിനെയാണ് കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനു വേണ്ടി തന്നെ ഉള്ള ഹോസ്പിറ്റലാണ്. ഗൈനക് മാത്രമാണ് ഉള്ളത്. ഫീമെയിൽ ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വർഷത്തിന് ശേഷമാണ് ആക്ച്വലി പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ജനറൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് മൈൽഡ് PCOD ഉണ്ടെന്ന് അറിഞ്ഞത്. അത് ഏകദേശം ഒരു 2 മന്ത് PCODയുടെ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഓവുലേഷൻ കറക്റ്റ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി കൺസീവ് ആകാതെ ഇരിക്കുമോ, ഈ ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ എന്നെ ഇമോഷണലി വേദനിപ്പിക്കാനായിട്ട് കുറച്ച് പേര് പറഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കുട്ടികളൊന്നും നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കുട്ടികളൊന്നും ഉണ്ടാകത്തില്ല, അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മളെ ഇമോഷണലി വേദനിപ്പിച്ച ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇനി ആവുമോ എന്നൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ബൈ ഗോഡ്സ് ഗ്രേസ് ഒരു 2 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റായിട്ട് കൺസീവ് ആയി. ഞാൻ ഈ ഒരു ടൈമിങ്ങിൽ എൻ്റെ എന്താ പറയുന്നത്, ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയത് മൈ ഫേവറേറ്റ് ഡോക്ടർ എന്ന് തന്നെ പറയാൻ പറ്റും. മാത്യു കോശിയാണ്. കോശി ഡോക്ടറിനോട് ഞാൻ ഒത്തിരി താങ്ക്ഫുൾ ആണ്. ലൈഫ് ബ്ലൂം ഹോസ്പിറ്റലിലായിരുന്നു എൻ്റെ ഫുൾ ചെക്കപ്സും കാര്യങ്ങളും എല്ലാം നടത്തിയിരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എനിക്ക് PCOD ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു 3 മന്ത്സ് ഹോർമോൺ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ഇഞ്ചക്ഷൻ ആയിരുന്നു. എനിക്ക് ഈ ഇഞ്ചക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഒരു 3 മന്ത്സ് ജേർണിയിൽ തന്നെ ഞാൻ ഇതൊക്കെ ആയിട്ട് യൂസ്ഡ് ആയി.
പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെക്കപ്സിന് പോകുന്നതും പിന്നെ ഈ പറഞ്ഞ പോലെ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന, അതായത് ഞാൻ ഹസ്ബൻഡ് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നതൊക്കെ ഒരു ഭയങ്കര ഫൺ മൂമെന്റ് ആയിരുന്നു. നമ്മൾ ആ ഒരു ചെക്കപ്പിനൊക്കെ പോകുന്ന ടൈമിങ്ങിൽ നമ്മൾ കുറച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു. കാരണം ഇത്രയും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ ചെക്കപ്പ് അല്ലെങ്കിൽ സ്കാനിങ് ഒക്കെ നടത്തുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, അതിനുപരിയായിട്ട് ടെൻഷനുമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രഗ്നൻസി ഫേസിൽ പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ഓരോരോ സ്കാനിങ്സ് ഉണ്ട്. സ്കാനിങ്സ് എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബേബിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ടെസ്റ്റുകൾ, അതൊക്കെ അറിയുമ്പം അതിന്റെ റിസൾട്ട് ഒക്കെ വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, ദൈവമേ പ്രോബ്ലം ഒന്നും കാണരുതേ. പിന്നെ ഫുൾ ടൈം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതൊക്കെയായിരുന്നു ഈ ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ നമ്മൾ അങ്ങനെ ആരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിരുന്നില്ല. ഒരു 3 മന്ത് കഴിഞ്ഞിട്ടാണ് കൂടുതൽ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സെക്കൻഡ് ട്രൈമിസ്റ്റർ ആയപ്പോൾ നമ്മുടെ വീട് പണി ഏകദേശം കംപ്ലീറ്റ് ആയി. ആ സമയത്ത് നല്ല ബിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രെസ് അടിച്ച സമയമാണ്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ തിരക്ക് പിടിച്ച് ഓടിപ്പാഞ്ഞ് നടന്നൊരു സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് സെക്കൻഡ് ട്രൈമിസ്റ്റർ പോയതേ അറിഞ്ഞില്ല, അത്ര സ്പീഡായിട്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി ഹാപ്പി മൊമെന്റ്സ് ആയിരുന്നു. സ്വന്തമായിട്ടൊരു വീട്ടിൽ താമസിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതൊക്കെയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ട്രൈമസ്റ്റർ എല്ലാവർക്കും തന്നെ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. ആ സമയത്ത് വൊമിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഓവറോൾ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു ടൈം കൂടെയാണേ. അത് കഴിഞ്ഞ് പിന്നെ തേർഡ് ട്രൈമസ്റ്റർ ആയപ്പം ഓൾമോസ്റ്റ് ആൾക്കാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി. നമ്മളെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് വെയിറ്റ് വെച്ചു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന്, ഞാൻ പറയാൻ മറന്നുപോയി, എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയ കുരു മുഖത്ത് വന്നാൽ പോലും അത് പോകുന്നോടെ വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, കുരു പോയോ എന്ന് നോക്കിക്കൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഈ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹോർമോൺ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നെന്ന്. ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ മുഖം ഫുള്ള് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുരുവായി. കുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പേസ് ഇല്ലാതെ ഫുള്ള് കുരു. നമുക്ക് തന്നെ കണ്ണാടിയിൽ നോക്കാൻ ശരിക്കും പേടിയാവും, അമ്മാതിരി രീതിയിൽ സ്കിന്ന് നാശമായി. പിന്നെ അതേപോലെ തന്നെയായിരുന്നു, ഇങ്ങനെ ഭയങ്കര സ്കിന്നൊക്കെ ഡ്രൈ ആയി, ഫ്ലേക്കി സ്കിൻ പോലെയായി. അപ്പൊ ഞാൻ ശരിക്കും പേടിച്ചു. പിന്നെ എൻ്റെ ഡോക്ടർ നല്ല സപ്പോർട്ടായിരുന്നു തന്നിരുന്നത്. ഇതൊക്കെ പ്രഗ്നൻസിയുടെ ഒരു എന്താ പറയുന്നത്, ചിലർക്ക് ഇങ്ങനെയൊക്കെ വരും, സ്കിന്ന് ഡിസ്കളറേഷൻ വരും, വെയിറ്റ് കൂടും, ഇതിനെല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നമുക്ക് നല്ല ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ട് തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന്റെ സൈഡിൽ നിന്നായാലും നല്ല ഇമോഷണൽ സപ്പോർട്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുന്നത്, ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള, ഇപ്പം എന്താ പറയുന്ന ജെൻസ് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറിന് നല്ല രീതിയിലുള്ള ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു പീരീഡ് ഓഫ് ടൈം ആണ് ഈ ഒരു 9 months. ശരിക്കും നമ്മൾ ലൈഫിൽ ഒരിക്കലും ആ ഒരു സമയത്ത് കാര്യങ്ങൾ മറക്കത്തില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു കെയറും കാര്യങ്ങളും ഒക്കെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ, ശരിക്കും നമ്മൾ അവരോട് ഭയങ്കര താങ്ക്ഫുൾ ആയിരിക്കും ആ ഒരു ടൈമിങ്ങിൽ നമ്മളോട് കാണിക്കുന്ന ആ ഒരു കെയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയിരിക്കുന്നത്. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഒത്തിരി ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരും. അപ്പൊ നമുക്ക് ചെറിയ കാര്യത്തിന് വരെ ഭയങ്കര വിഷമവും ദേഷ്യവും അരിശയും എന്തിനാണെന്ന് പോലും അറിയത്തില്ല, അങ്ങനെയൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ക്ഷീണം, ടയേർഡ്നെസ്, പണ്ടുണ്ടായിരുന്നൊരു പോലെ അത്ര എനർജറ്റിക് ഒന്നും ആണോന്ന് നിർബന്ധമൊന്നുമില്ല. മാക്സിമം എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുറത്തോട്ട് നടക്കാൻ പോവുക, നന്നായിട്ട് ഫുഡ് കഴിക്കുക, പിന്നെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പൊ എൻ്റെ കേസിൽ എന്ന് വെച്ചാൽ എനിക്ക് ഷോപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, പുറത്ത് പോകുന്നത്, വെളിയിലൊക്കെ കറങ്ങാൻ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ഡെലിവറിക്ക് പോകുന്ന തലേ ദിവസം വരെ ഞാൻ വെളിയിൽ കൂടെ കറങ്ങി നടക്കുമായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് അമ്മയൊക്കെ എപ്പോഴും വഴക്ക് പറയായിരുന്നു, ഈ ഫൈനൽ സ്റ്റേജ് എത്താറായി ഇപ്പോഴും പുറത്തോടെ കറങ്ങി നടക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ എനിക്ക് അതായിരുന്നു സന്തോഷം കിട്ടുന്ന കാര്യം. വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മെന്റലി ഡൗൺ ആവുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് അങ്ങനെ ഇരിക്കുന്നതും ഒട്ടും താല്പര്യം ഇല്ലാത്ത കാര്യമായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഉണ്ടായിരുന്ന കുറെ കാര്യങ്ങൾ. അപ്പം ന്യൂ മോംസിന് വേണ്ടിയിട്ടാണ്. ഡെലിവറി കാര്യങ്ങളൊന്നും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നല്ല പേടിയുള്ള ഒരാളായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും നല്ല പേടിയായിരുന്നു. ഇപ്പം പനിയൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ പോയി ആദ്യമേ ചോദിക്കുന്നത് എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട, എനിക്ക് എന്തെങ്കിലും ടാബ്ലറ്റ് തന്നാൽ മതി, അങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിലുള്ള ആളായിരുന്നു. അപ്പൊ ശരിക്കും നമുക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ പേടി കാര്യങ്ങളൊക്കെ ശരിക്കും മാറാനായിട്ട് ഈ ഒരു പ്രഗ്നൻസി ഫേസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരു മെന്റലി കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിന്റെ കാര്യമാണ്, ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിരിക്കുക. പിന്നെ പാർട്ട്ണറിന്റെ അടുത്ത് നല്ല സപ്പോർട്ട്, കെയർ കൊടുക്കണം, അതാണ് എൻ്റെ ഒരു അഭിപ്രായം.
പിന്നെ ബേബിയായിട്ട് സംസാരിക്കുക. ശരിക്കും നമ്മൾ ബേബി വയറ്റിലിരിക്കുന്ന സമയത്ത് അവരുമായിട്ട് നമ്മൾ സംസാരിക്കുക, പാർട്ട്ണർ സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബേബി വന്നു കഴിയുമ്പോൾ അത് അറിയാനായിട്ട് പറ്റും. ശരിക്കും നല്ല എന്താ പറയുന്നത്, നല്ല രീതിയിൽ ബേബിക്ക് അത് മനസ്സിലാവും. എൻ്റെ അടുത്ത് ഒത്തിരി പേരിങ്ങനെ പറയുമായിരുന്നു, ഇങ്ങനെ പ്രഗ്നൻസി ഫേസിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോഴും കണ്ടിട്ടുണ്ട്. ബേബിയായിട്ട് എന്താ പറയുന്നത്, പുറമേ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ അത് ബേബിയുടെ പാർട്ടിയിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. അത് ശരിക്കും ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ തന്നെയാണ്. ഇനിയിപ്പം നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഫേസിലോട്ട് പോകാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ ഡെലിവറി, നോർമൽ ഡെലിവറി തമ്മിൽ എനിക്ക് കമ്പയർ ചെയ്ത് പറയാൻ അറിയത്തില്ല. കാരണം ഞാൻ സി സെക്ഷൻ ഡെലിവറി ആയതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച, അതായത് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ ബേബിനെ കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് സ്പൈനൽ അനസ്തേഷ്യ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രൊസീജിയറിനുള്ളിൽ തന്നെ നമുക്ക് ബേബിനെ കാണിക്കുന്നതും എല്ലാം സ്മൂത്ത് ആയിട്ട് മനസ്സിലാക്കുമായിരുന്നു. ഈവൻ എനിക്ക് അനസ്തേഷ്യ എടുക്കാൻ പോലും പേടിയുള്ള കൂട്ടത്തിലായിരുന്നു. ഡോക്ടർ വന്ന സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു സമയത്തായാലും നല്ലപോലെ ഹാപ്പി ആയിട്ട് ഇരുന്ന് അനസ്തേഷ്യ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ പ്രൊസീജിയറൊക്കെ സ്മൂത്ത് ആയിട്ട് എനിക്ക് പോയത്. പിന്നെ അതേപോലെ തന്നെയാണ് ഒരു 1 ഡേ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. ഒബ്സർവേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഷിഫ്റ്റ് ചെയ്ത് റൂമിലെത്തിയ സമയത്ത് എൻ്റെ അമ്മയുടെയും പിന്നെ എൻ്റെ ഹസ്ബൻഡ് കൂടെയാണ്, അതായത് ജോബിയും കൂടെയാണ് ബേബിനെ നോക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് കുഞ്ഞാവയ്ക്ക് ഫോർമുലയായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയായിരുന്നു, എനിക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് ബ്രസ്റ്റ് മിൽക്ക് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഭയങ്കര കുറവാണ്. കാരണം ഹോർമോൺസ് എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ആയിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലായിരുന്നു ആ ഒരു ഫേസിൽ. പിന്നെ ഹോസ്പിറ്റലിലായാലും നമ്മളിങ്ങനെ നിർബന്ധിച്ച് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ വേണ്ടി, എന്നാൽ മാത്രമാണല്ലോ പ്രോപ്പറായിട്ട് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ, സ്റ്റിമുലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയും, ഫോർമുല കൊടുത്താൽ മതി, ഫോർമുല കൊടുത്താൽ മതി, അങ്ങനെ പറയുമായിരുന്നു. അതായിരുന്നു എനിക്ക് ആ ഒരു സമയത്ത് ഒരു പേടിപ്പിക്കുന്ന ഒരു സംഭവം എന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കുറേ പേർക്ക് അതൊന്നും ഒരു പ്രശ്നമേ ആകത്തില്ല. എനിക്ക് പക്ഷെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഈ ഫീഡിങ് കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെയുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു 5 ഡേയ്സ് ഞാൻ പ്രോപ്പറായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. കാരണം ബേബിയുടെ കരച്ചിൽ. കാരണം നമ്മൾ പെട്ടെന്ന്, ഞാൻ കുറച്ച് സൈലൻസ് ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ആളാണ്. കുറച്ച് സൗണ്ട് ഒക്കെ കുറവുള്ള ആ ഒരു ഇത്, കുറച്ച് സൈലൻസിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുള്ള ആളാണ്. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര ഹൈ പിച്ചിലുള്ള ബേബിയുടെ സൗണ്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ട് ഫീൽ ചെയ്യും ആദ്യമേ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉറക്കം ഒന്ന് പുതിയൊരു പ്ലേസ് ആണ്, ഉറക്കവും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നതേ ഉള്ളൂ. അങ്ങനത്തെയൊക്കെ കുറേ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുന്നത്, അവിടെ കിട്ടുന്ന കെയർ സപ്പോർട്ടൊക്കെ കൊണ്ട് നമുക്ക് ഇട സമയത്തൊക്കെ ഉറങ്ങാൻ നമ്മൾ ട്രൈ ചെയ്യും. പക്ഷെ നമുക്കത് പറ്റിയെന്നൊക്കെ വരത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റിച്ചിൻ്റെ കാര്യമാണ്. നമുക്ക് സ്റ്റിച്ച് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അനങ്ങാനോ തിരിയാനോ ഒന്നും പറ്റിയെന്ന് വരത്തില്ല. നല്ല പെയിൻ ആയിരിക്കും. ആദ്യമേ പെയിൻ കില്ലർ കാര്യങ്ങളുണ്ട് 2-3 ദിവസത്തേക്ക്. അത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ കുറച്ച് വരും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഈ പെയിന് കാര്യങ്ങളൊക്കെ അനുഭവിച്ച് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡേ നമ്മളെ വോക്കിംഗ് പ്രോസസ്സ് ഉണ്ട് ഈ സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള. അതായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു സമയത്ത് നടക്കുന്നത്. അന്ന് നമ്മുടെ കാലൊന്ന് ബെഡിൽ നിന്ന് എടുത്ത് തറയിലേക്ക് വെക്കാൻ പോലും ഉള്ള ഒരു എനർജി നമുക്കില്ല. ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആയിട്ടിരിക്കുന്ന രീതിയിലാണ്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ പപ്പയും കൂടെ പിടിച്ചിട്ടാണ് ഞാൻ നടന്നത്. ഓരോ സ്റ്റെപ്പും വെക്കുമ്പം ഞാനിങ്ങനെ തിങ്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവമേ എനിക്ക് നടക്കാൻ പറ്റാതെ വരുമോ, ഞാൻ പഴയതുപോലെ ആകാതിരിക്കുമോ, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പല പല ചിന്തകളിൽ കൂടെ ആയിരിക്കും നമ്മൾ ആ ഒരു സമയത്ത് കടന്നു പോകുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നടത്തി നടത്തി നടത്തിയാണ് നമ്മളൊരു 2 ദിവസം കൊണ്ട് ഓക്കെ ആവും. 2 ദിവസത്തെ കാര്യമേ ഉള്ളൂ. പിന്നെ ആ ഒരു 5 ദിവസം ശരിക്കും പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ്, പെയിൻ റിലീഫിനുള്ള കുറേ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഓരോരോ ഫുഡ് ഓരോ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഗ്യാസ്ട്രിക് ഹെൽത്ത് ഓക്കെ ആണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ ആക്കിയിട്ടാണ് നമ്മളെ വീട്ടിലേക്ക് വിടുന്നത്. സത്യം പറഞ്ഞാൽ ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് വന്ന് വീട്ടിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എനിക്ക് ഒരു സമാധാനം കിട്ടിയത്, അല്ലെങ്കിൽ ഒരു സ്വർഗത്തിൽ വന്ന ഒരു ഫീൽ ആയിരുന്നു. കാരണം നമ്മൾ എന്താ പറയുന്നത്, ഒരു റൂമിൽ ഇങ്ങനെ
എന്താ പറയുന്നത്, എല്ലാം കൂടെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ. പിന്നെ ബേബിയുടെ സൗണ്ട് അങ്ങനെ സ്വന്തം വീട്ടിൽ വന്ന് കയറി നമ്മുടെ സ്വന്തം ബെഡിൽ കിടന്ന് കഴിയുമ്പം കിട്ടുന്ന ഒരു സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സുഖം തന്നെയാട്ടോ. ഇങ്ങനെ ആയിരിക്കും പലർക്കും. പിന്നെ അതേപോലെ തന്നെയാണ് ഞാനും ബേബിയായിട്ട് കുറച്ചുകൂടി കൂടുതൽ കംഫോർട്ടബിൾ ആയതും, അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ആ ഒരു റുട്ടീനിലോട്ട് തിരിച്ചു വരാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഈ ഒരു 5 ദിവസത്തെ ഹോസ്പിറ്റൽ തിങ്സ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടാണ്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ ആൾക്കാരുണ്ട്, ഞാനും അമ്മയും പിന്നെ അതേപോലെ തന്നെ ജോബി, ഞങ്ങൾ 3 പേരും കൂടെയാണ് ബേബിയുടെ കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്തത്. പിന്നെ ഉറക്കമാണെങ്കിലും നമ്മൾ ആ റുട്ടീൻ കറക്റ്റ് ചെയ്ത് തുടങ്ങി. ഇപ്പം ഒരു സെക്ഷൻ ആൾക്കാർ ഉറങ്ങുമ്പം ഞാനും അമ്മയും ഉറങ്ങുമ്പം ജോബി കുട്ടിയുടെ കാര്യം നോക്കും, ജോബി ഉറങ്ങുമ്പം ഞങ്ങൾ കുട്ടിയുടെ കാര്യം നോക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഫീഡിങ് തിങ്സ് ഒക്കെ ഞാൻ പതുക്കെ പതുക്കെ കറക്റ്റ് ചെയ്ത് വന്നു. എന്നാലും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ മറ്റേ പിന്നെ നിപ്പിൾ ഷീൽഡ് യൂസ് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ ആയാലും വീട്ടിലെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പം നല്ല സന്തോഷമായി. പിന്നെ ഞാൻ ആ ഒരു മദർഹുഡ് ഫേസിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ഇനിയിപ്പോൾ പോസ്റ്റ്പാർട്ടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് പറയാനാണെങ്കിൽ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഉണ്ടോ, അങ്ങനെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ കാര്യങ്ങളൊക്കെ. പിന്നെ ഓൾറെഡി ഞാൻ ഈ ഡയറ്റീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒത്തിരി എന്താ പറയുന്ന മദേഴ്സിന്റെ ആ ഒരു ഫേസ് അല്ലെങ്കിൽ ആ ഒരു സമയത്തെ കാര്യങ്ങളൊക്കെ കേൾക്കാനും പറ്റിയിട്ടുണ്ട്. ഒത്തിരി പേരുടെ അനുഭവങ്ങളും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയായിരുന്നു, എനിക്കിതൊക്കെ വരുമോ അങ്ങനെ. പക്ഷെ എനിക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് എനിക്ക് വന്നിട്ടില്ല. അപ്പൊ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടുന്ന സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇരിക്കുന്നത്. നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമുക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട് കെയർ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഡിപ്രസീവ് ആയിട്ടുള്ള ഫേസിലോട്ടൊന്നും കടന്നു പോകേണ്ട ഒരു ആവശ്യം വരത്തില്ല. നമ്മുടെ മെന്റൽ ഹെൽത്തിന് നന്നായിട്ട് കെയർ ചെയ്യുക ഒരു സമയത്ത്, നമ്മുടെ ഹെൽത്ത് നോക്കുക, ബേബിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബേബിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും നമ്മുടെ ചുറ്റിന്. പക്ഷെ നമ്മുടെ ഹെൽത്തിനോട് ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, സപ്ലിമെന്റേഷൻ ഒരു രീതിയിൽ സ്കിപ്പ് ചെയ്യാതെ പ്രോപ്പറായിട്ട് കാൽഷ്യം അയണും കണ്ടിന്യൂ ചെയ്യുക. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞൊരു 3 months വരെയെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മാക്സിമം ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അത് ബേബിക്കാണെങ്കിലും ഒത്തിരി ഇമ്മ്യൂൺ പവർ ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാം നമ്മൾ യൂസ്ഡ് ആകും. ഇതെല്ലാം ആ ഓരോ ഫേസും പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ ബേബിയുടെ ഗ്രോത്ത് ആണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നോക്കി ആയിരിക്കും ഇരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മുടെ ചുറ്റിനുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെ ഇരിക്കും. ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞ ഈ ഒരു 3 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോയ്മെന്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുമായിരുന്നു. ഈവൻ നമ്മൾ രാത്രിയിൽ ചിലപ്പോൾ ഉറങ്ങുന്ന 1 മണി 2 മണിയൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഈവൻ എന്താ പറയുന്നത് 3 മാസം എടുക്കും ബേബിയുടെ ഉറക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായി വരാനായിട്ട്. പിന്നെ പുതിയ ന്യൂ മോം ആയതുകൊണ്ട് തന്നെ ഭയങ്കര എല്ലാ കാര്യത്തിനും നമുക്ക് ഡൗട്ട് ആയിരിക്കും, കൺഫ്യൂഷൻ ആയിരിക്കും. കുട്ടി ഒന്ന് കുറച്ച് കൂടുതൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. കുട്ടി വൊമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഭയങ്കര ഇതാണ്. പിന്നെ നമുക്ക് മെയിൻ ഒരു തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേബിനെ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബർപ്പ് ചെയ്യുന്നത്. നമ്മൾ ഈ ബർപ്പിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും. പിന്നെ അതേപോലെ തന്നെയാണ് ബേബി പൂ ചെയ്യുന്നത്. ലൈക്ക് യൂഷ്വലി ഒരു 1 വീക്കിലൊക്കെ ആയിരിക്കും നോർമലി. അത് ഓക്കെ ആണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ നമുക്ക് ആദ്യമേ ഇതൊന്നും അറിയത്തില്ല, ബേബിയുടെ വയറ്റിൽ നിന്ന് പോയില്ല, അതെല്ലാം നമ്മളിങ്ങനെ എന്താ പറയുന്നത് ഭയങ്കര സ്ട്രെസ്സായിട്ട് അയ്യോ പാവം ബേബിക്ക് എന്തെങ്കിലും പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം പുതിയ അമ്മമാർക്ക് മാത്രമാണ് കേട്ടോ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 1 or 2 കുട്ടിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ യൂസ്ഡ് ആകും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മദർഹുഡ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഈവൻ നമുക്ക് ചിലപ്പം 1 കുട്ടി 2 കുട്ടിയൊക്കെ കാണത്തുള്ളായിരിക്കും. അപ്പൊ ആ ഒരു സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പെട്ടെന്നായിരിക്കും സമയം കടന്നു പോകുന്നത്. പിന്നെ നമ്മൾ ഷോ ആ സമയം ഒന്നുകൂടെ തിരിച്ചു വന്നായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. ഞാനിപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ബേബിയുടെ ഒക്കെ പിക്ചേഴ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ക്യാപ്ചർ ചെയ്ത് വെക്കുക. കാരണം പെട്ടെന്നായിരിക്കും ഇവരുടെ ഗ്രോത്ത് വരുന്നത്, പെട്ടെന്നാണ് ചേഞ്ചസ് വരുന്നത്. മാക്സിമം എൻജോയ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ബേബിക്കായിരിക്കും. ബേബിക്ക് പ്രയോറിറ്റി കൊടുക്കണം. പക്ഷെ നമുക്ക് അതായത് ഒരു സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
സെൽഫ് ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹെൽത്തും കാര്യങ്ങളും ഒക്കെ നോക്കത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലൈക്ക് ഒരാൾ വരുന്നതിന് മുമ്പ്, ബേബി വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയിരിക്കും ലൈഫ്. അത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് നല്ല സ്മൂത്ത് ആൻഡ് അടിപൊളിയായിട്ട് പോകും. പിന്നെ എനിക്ക് പറയാനുള്ള വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി എനിക്ക് വന്ന കുറച്ച് മാറ്റങ്ങളൂടെ പറയാം. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പ്രഗ്നൻസി ഫേസിൽ നന്നായിട്ട് സ്കിന്ന് ഡിസ്കളറേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഭയങ്കരമായിട്ടും കുരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം റെഡി ആയിക്കോളും, ആരും വിഷമിക്കണ്ട. കുറെ ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പ്രഗ്നന്റ് ആകാൻ ഭയങ്കര മടിയാണ്. അവരുടെ സ്കിന്ന് പോവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്ട്രെച്ച് മാർക്സ് വരുവോ, അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ഇതെല്ലാം പോയിക്കോളും. ഇതെല്ലാം ജസ്റ്റ് ടെമ്പററി ആണ്, ഇതെല്ലാം മാറുന്നതാണ്. പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് ഗ്ലോ ആയിരിക്കും, ചിലർക്ക് മോശമായിട്ടായിരിക്കും, എൻ്റെ സ്കിന്ന് പോലെ. അപ്പൊ ലൈക്ക് അതെല്ലാം റെഡി ആയിക്കോളും, ഒരു പ്രശ്നവും ഇല്ല. ടെൻഷൻ അടിക്കാതിരിക്കുക. നമ്മൾ എത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നോ അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ ബേബി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ ബേബിയുടെ കൂടെ ഉള്ള ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സ്വീറ്റ് ആണ്. പിന്നെ എല്ലാം നമ്മൾ ബേബിക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എന്നെ കെയർ ചെയ്യാൻ എൻ്റെ മമ്മിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ പോലും അമ്മയുടെ ലാസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് 28 years ആയി. അപ്പം അമ്മയ്ക്കും ഇതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ ഒത്തിരി പരിചയക്കുറവുണ്ട്. ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ പണ്ട് ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങൾ. ഇപ്പം പണ്ട് എങ്ങനെയായിരുന്നു ബേബിനെ കെയർ ചെയ്തുകൊണ്ടിരുന്നത്, അതിൽ നിന്നൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ആണെങ്കിൽ രണ്ടുപേരും ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് ബേബിനെ കുളിപ്പിക്കുന്നതൊക്കെ ആദ്യമേ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ അതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, അതെല്ലാം സെറ്റ് ആയിക്കോളും. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. വൺസ് അഗൈൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂ മോം ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ഹെൽത്ത് നേരത്തെ തന്നെ ഒന്ന് കെയർ ചെയ്ത് തുടങ്ങുക. നേരത്തെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുക. എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂ, ഇപ്പോൾ PCOD പോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഭയങ്കര ഈസി ആയിരിക്കും പ്രഗ്നൻസി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു ജേർണി കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നെ മെന്റലി പ്രിപ്പയർഡ് ആകുക, പിന്നെ പ്രാർത്ഥിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഞാനത് പ്രാർത്ഥനയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരിലാണോ വിശ്വസിക്കുന്നത് അവരുടെ അടുത്ത് പ്രാർത്ഥിക്കുക. പിന്നെ അതേപോലെ ഫാമിലി സപ്പോർട്ട്, ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിരിക്കുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആയി ഡെലിവറിക്കൊക്കെ പോകുന്നതിന് 1 മാസം മുമ്പായിട്ട് ബേബിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചായിരുന്നു. ഏകദേശം നമ്മൾ പ്രഗ്നൻസി ഡെലിവറി ബാഗൊക്കെ പാക്ക് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിലാണെങ്കിൽ പോലും നമ്മൾ ഒരു 1 മന്തിലേക്ക് ഒരു ബേബിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് പാമ്പേഴ്സ്, ഡ്രസ്സ്. കാരണം നമുക്ക് കുറച്ച് നാളത്തേക്ക് വെളിയിലോട്ട് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതെല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ വെക്കുവാണെങ്കിൽ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായിരിക്കും. അപ്പോൾ പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതേപോലെ തന്നെയാണ് നമുക്കൊരു ഇപ്പം ഡെലിവറി ഒക്കെ നിങ്ങളിപ്പം പ്രഗ്നൻസി ഒരു 2 ഇയറിനുള്ളിലൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. കാരണം നമുക്ക് ഒത്തിരി ഫിനാൻഷ്യലി സപ്പോർട്ട് കിട്ടും ഈ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഈവൻ നമ്മുടെ മെറ്റേണിറ്റി തിങ്സ് ഫുള്ള് തന്നെ കവറാകും. പിന്നെ വേറെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 3 months കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേബിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റും. കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് നമുക്കൊരു വയ്യായിക വരുന്നത്. ഇപ്പോഴത്തെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒക്കെ അറിയാമല്ലോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെയാണ് ഓവറോൾ പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയാൻ മിസ് ചെയ്തു പോയൊരു കാര്യമുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഈ ഐസുക്കുട്ടനെ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കാനാണ്. അതിൻ്റെ മൊട്ടത്തലയിൽ ഉമ്മ വെക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ഇപ്പോഴത്തെ ഒരു മെയിൻ ഹോബി എന്ന് പറയുന്നത്. പിന്നെ ഫീഡിങ് ടൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പം ചെറുതായിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി, ചെറുതായിട്ട് അമ്മയെന്നൊക്കെ വിളിക്കും. അതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള മൊമെൻ്റാണ്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അവനെ കുളിപ്പിക്കുന്നതും അവൻ്റെ കൂടെ കിടന്നുറങ്ങുന്നതും. ഇതൊക്കെയാണ് ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രോസസ്സാണ് കേട്ടോ ഇവൻ്റെ തലയിൽ ഉമ്മ വെക്കുന്ന പരിപാടി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട കേട്ടോ. വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിനകത്ത് മെൻഷൻ ചെയ്യുക. ഇച്ചിരി ലോങ് ആയിപ്പോയി കേട്ടോ. പിന്നെ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു ഡോക്യുമെന്റേഷൻ പോലെ കരുതിയാൽ മതി. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നവരെ, ദിസ് ഇസ് ജെഫ്രിയ സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ. ബൈ ബൈ.